ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നല്ലോ. അപ്പോൾ ഈദ് വ്ളോഗും പിന്നെ പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഫ്ലോ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ. പിന്നെ മെയിനായിട്ട് വ്ളോഗ് എന്തുകൊണ്ടാണ് ഇടാത്തതെന്നുള്ളത് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ, ഇപ്പോൾ നമ്മൾ ഗരം മസാലയെല്ലാം പൊടിപ്പിച്ച് ഫുള്ള് റെഡി ആയി പോവും. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് വൈകുന്നേരം മുതലെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഗരം മസാലൻ്റെ റെസിപ്പി. എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഗരം മസാല പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് പറയും. അപ്പോൾ അവർ എത്ര ഗ്രാമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു തരും കേട്ടോ. അപ്പോൾ എന്തെല്ലോ കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടി ഓരോന്നാഴ്ച ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ചൂടാക്കി എടുത്തിട്ടുള്ളത്. നല്ലോണം ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിപ്പിച്ചിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ആക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു 20 ഗ്രാമെല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഒരു 6 മാസത്തേക്ക് എത്തും ബിരിയാണിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണി ഉണ്ടാക്കാനും പിന്നെ ബീഫ് കറി ഉണ്ടാക്കാനും എടുക്കലുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളെ പരിപാടി എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കലാണ്. ഇതൊന്നും ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തേക്ക് വെക്കൂല കേട്ടോ. കാരണം പെരുന്നാൾ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടണം. ചോറും ദമ്മിടൽ മാത്രമാണ് ഞാൻ പണിയായിട്ട് ബാക്കി വെക്കുക. ബാക്കിയെല്ലാം ഞാൻ തലേന്ന് ഒരുക്കി വെക്കും. പിന്നെ നമ്മളെ വീട്ടിൽ കൂടിയിട്ട് 4ാമത്തെ പെരുന്നാളാണ് കേട്ടോ ഇത്. പക്ഷേങ്കിൽ നമ്മളിതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ കൂടിയിട്ട് 3 പെരുന്നാൾക്കും നമ്മൾ സൗദിയിലേനു കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ഇവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നാളത്തേക്കുള്ള നമ്മളെ ഡ്രിങ്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ 7 പാക്ക് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചെമ്പ് നിറച്ചു ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാമിൻ്റെ സേമിയത്തിൻ്റെ വറുത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഡബിൾ ഹോസിൻ്റെ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ കസ്കസും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ലൂസാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം ഉണ്ടാക്കി എനിക്ക് മനസ്സിലായി ഇത് ലൂസായിട്ടാണ് വേണ്ടത്. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റാവും കേട്ടോ. പിന്നെ നമ്മൾ കച്ചമ്പറ് ഉണ്ടാക്കൽ, തൈര് ഉണ്ടാക്കൽ, മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി റെഡിയാക്കൽ, അതിന് പിന്നെ ഹെൽപ്പിനെല്ലാം ആളുണ്ട് കേട്ടോ സൈഡിൽ. ഞാൻ ഒറ്റക്കൊന്നല്ല എല്ലാം ചെയ്യുന്നത്. എല്ലാം സൈഡിൽ ആൾക്കാരുണ്ട്. അവരൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ കിച്ചണിൽ ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അടിച്ചു വാരലെല്ലാം രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കണ്ടെന്നെല്ലാം വിചാരിക്കും, പെരുന്നാൾ കഴിഞ്ഞിട്ട് തുടക്കാമെന്നെല്ലാം വിചാരിക്കും. പക്ഷേങ്കിലേ പെരുന്നാളിൻ്റെ അന്ന് തുടച്ചിട്ടില്ലെങ്കിൽ ഒരു എന്തോ ഒരു പോലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി എന്തായാലും ഒന്ന് തുടച്ചെടുക്കാമെന്ന്. പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർബിൾ തുടക്കുന്ന സമയത്ത് വിവലിൻ്റെ ഈ ഒരു ഷാമ്പു വെച്ചിട്ടാണ് കേട്ടോ തുടക്കൽ. നല്ല ഒരു ഷൈനിങ്ങും തിളക്കവും നമുക്ക് കിട്ടലുണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ പള്ളിയിൽ തക്ബീറെല്ലാം ചൊല്ലുന്നുണ്ട്. പെരുന്നാളിൻ്റെ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഈ പള്ളിയിലത്തെ ആ ഒരു തക്ബീർ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു പെരുന്നാൾ സ്റ്റാർട്ടായി നമുക്ക് തോന്നും. ഇപ്പം നമുക്കൊരു ഇത് കിട്ടിയിട്ടുള്ളത് അതന്നെ ഞാൻ ഉദ്ദേശിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ നമ്മളെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ നല്ല വെള്ളയപ്പവും പിന്നെ മട്ടൻ കുറുമയാണ് കേട്ടോ. മട്ടൻ കുറുമ ഉമ്മ അപ്പുറത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മാൻ്റെ എന്താ പറയുക, ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഉമ്മ പറഞ്ഞു നിൻ്റെ പണി മാത്രം ഒരുങ്ങിയാൽ മതിയാ, നിൻ്റെ വീട് മാത്രം ക്ലീൻ ആയാൽ മതി, ഉമ്മാക്കും കുറേ പണിയുണ്ട്, അതുകൊണ്ട് കറി ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരാം, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അനിയത്തിയും ഹസ്ബൻഡും ഇന്ന് വരുന്നുണ്ട്. ഉപ്പയും ജെറിയും ഷയാനും ഇഷമോളും എല്ലാം കൂടി എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നിട്ടില്ല. എന്തുകൊണ്ട്, എനിക്ക് പണിയുണ്ട് ഗൈസ്. അവരൊന്നും ഇല്ലെങ്കിൽ സമാധാനത്തിൽ തുടക്കലും അലക്കലും ക്ലീനാക്കലും എല്ലാം കഴിയും. അങ്ങനെ എല്ലാവരും വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി. പിന്നെ എല്ലാം കൂടി തിരക്കേനു.
ഇതാണ് നമ്മൾ മട്ടൻ കറി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കണോ വേണ്ടയോ എന്നെല്ലാം ഫുൾ കൺഫ്യൂഷനിലേനു കേട്ടോ. ലാസ്റ്റ് ഇവിടെ പെരുന്നാൾ നിസ്കാരം 7 മണിക്കേനു. അപ്പം നമ്മൾ നെയ്പ്പത്തിൽ നിന്ന് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മട്ടൻ കറിയും ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. നല്ല മട്ടൻ മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മൾ പൊടിപ്പിച്ച ആ ഒരു പൊടിയിൽ. അപ്പോൾ അതും വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഓൾമോസ്റ്റ് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ നോക്കിയാൽ മതി. വെള്ളവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട് സലാഡും സേമിയത്തിൻ്റെ വെള്ളവും പിന്നെ നമ്മൾ കച്ചമ്പറ, പിന്നെ എന്തെങ്കിലും തൈര്, ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മുളക് വരക്കി വെക്കൽ, അതും ഞാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സെറ്റിങ്സ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമ്മളിതാ കിടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഞാനൊരു 5:30 5:45 ആ ഒരു ടൈമാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. വീണ്ടും രാവിലെ തന്നെ കുറച്ച് പണികളുണ്ട്. എല്ലാവരും വിസ്തിരി ഇട്ടിട്ട് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെന്താ, ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് കളിക്കലാന്ന് കേട്ടോ. ഇന്നലെ രാത്രിക്ക് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം പിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡ്ഷീറ്റ് ഇങ്ങൊക്കെ ഓർമ്മയുണ്ടാ? നമ്മൾ സൗദിയിൽ നിന്ന് വാങ്ങിച്ചതേനു കേട്ടോ. സൗദിയിലെ റൂമിലേക്ക് വാങ്ങിയതേനു. അതേ സെയിം എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കും എടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പം റൂമെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആരും എണീറ്റില്ല കേട്ടോ, ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ജെറിൻ്റെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഷയാൻ്റെത്. ഇന്നലെ രാത്രിക്ക് തന്നെ ഇസ്തിരി ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും രാവിലെ ഇടുന്ന ആ ഒരു സുഖം രാത്രിക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലത്തേക്ക് വെച്ചതാണ്. ഇപ്രാവശ്യം ഇഷമോക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്ന് ലങ്കി മറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചോളൂ. ആദ്യത്തെ പെരുന്നാളല്ല നമ്മളെ വീട്ടിലല്ലേ, അതുകൊണ്ടൊന്ന് ലങ്കി മറിയാമെന്ന് വിചാരിച്ച്. എൻ്റെ ഡ്രസ്സ് ഇതാ ഈ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളൊരു ഈ ഒരു ടൈപ്പ് ക്ലോത്തിലാണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു ക്ലോത്താണ്. പക്ഷേങ്കിൽ ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ കൂടുതൽ പരതുന്ന സ്വഭാവവും ഇല്ല. ഞാനാണെങ്കിൽ പെരുന്നാൾക്കോ കല്യാണത്തിനോ അതിനായിട്ട് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരാളും അല്ല. മുന്നേ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങി വെക്കും. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വരുമ്പോൾ അത് ഇടുക എന്നിട്ടാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങി വെച്ചതില്ലേനു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്ലൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ലാസ്റ്റ് പെരുന്നാൾക്ക് ഓൾറെഡി നമ്മൾ വാങ്ങിച്ച സെൻറ്റർ പോയിൻറ്റിൽ ഒരു ടോപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഫുള്ള് ലൂസായിട്ടുള്ളത്. അപ്പോൾ അതും ഇടാമെന്ന് വിചാരിച്ച്. അത് രാവിലെ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ച്. ബ്ലൂ ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ട് ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലേനു കേട്ടോ, ട്രയൽ ചെയ്ത് നോക്കിയിട്ടില്ലേനു. വാങ്ങുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊരു ലെങ്ത്ത് കുറവാണോ കംഫർട്ട് ആവുമോ എന്നല്ലോ. അപ്പോൾ തലേന്ന് രാത്രിക്കാണ് ഇട്ട് നോക്കിയത്. നോക്കുമ്പോൾ കുറച്ചൊരു ലെങ്ത്ത് കുറവാണ്, പിന്നെ കുറച്ചൊരു ടൈറ്റും. അപ്പോൾ എന്നാലും ഫോട്ടോസിന് വേണ്ടിയിട്ട് മാത്രം ഇടാമെന്ന് വിചാരിച്ച്. മറ്റേത് ടോപ്പ് ഇടാമെന്ന് വിചാരിച്ച്. എനിക്കിങ്ങനെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് കേട്ടോ കൂടുതൽ കംഫർട്ട്, കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇസ്തിരിയിടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല വറ്റിച്ചെടുക്കലാണ്. പിന്നെ നെയ്പ്പത്തിലുണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ രാത്രിക്ക് ചിന്തിച്ച് ഡിസ്കസ് ചെയ്ത് അതങ്ങ് നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് കാപ്പിയും ചായയും കാപ്പിയും ചായയല്ല, കാപ്പിയും കടിയും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ചിക്കൻ റോൾ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലുണ്ടാക്കി വെച്ച്. അപ്പോൾ അത് പൊരിച്ചെടുക്കലാണ്. പിന്നെ നല്ല കോഫിയും. ഇപ്പം സമയം ഏകദേശം ഒരു 6:15 ആ ഒരു ടൈമാണ് കേട്ടോ.
എല്ലാവരും ചായ കുടിക്കലും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഉമ്മാനെ വലിച്ചു കൂട്ടി വന്നിട്ടുണ്ട്. നെയ്ച്ചോറ് നിങ്ങൾ വെച്ചാൽ മാത്രമേ ശരിയാവൂ എന്ന് പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെച്ചാൽ മതി, ഉമ്മാനോട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പോയിക്കോ, എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉമ്മാക്ക് കുറേ പണിയുണ്ട് പോലും. ഞാൻ പറഞ്ഞു സാരില്ല, നിങ്ങൾ ഇത് വെച്ചിട്ട് പോയാൽ മതി, എന്നാൽ എൻ്റെ പണി അതിൻ്റെ അടുക്ക് നടക്കുമല്ലോ. അങ്ങനെ ഇവരെല്ലാം ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അവരവരെ നാട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ഞാൻ ഹസ്ബൻഡ് പോയി, പിന്നെ ജെറി പോയി. ജെറിയും ഷെയാനും അവരെ വെളിയമ്പറ അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്, ജെറിൻ്റെ നാട്ടിൽ. അങ്ങനെ ഉമ്മ നെയ്ച്ചോറിന് അരി വിട്ടെന്നിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഞാൻ നോക്കണം കേട്ടോ. അങ്ങനെ വരുന്ന എനിക്കില്ലേ ഫ്ലോ പോയിട്ടുണ്ട് കേട്ടോ. കുറേ കാലമായില്ലേ വീഡിയോ എല്ലാം അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ നിന്നില്ലേ വേഗം നെയ്ച്ചോറാവും കേട്ടോ. പതച്ച് കഴിഞ്ഞാൽ, വെള്ളം പതച്ച് കഴിഞ്ഞാൽ സെറ്റിൽ വേഗം റെഡിയായി കിട്ടും. അതുകൊണ്ട് എന്താ പറയുക, നെയ്ച്ചോറിന് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അടിക്കി ഓടിക്കുക അങ്ങനത്തെ പണിയൊന്നുമില്ല, അങ്ങനത്തെ സീനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മളെ മസാലയും വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഏകദേശം റെഡിയാകുന്ന ആ ഒരു ടൈം തന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദമ്മിടാനുള്ള പരിപാടിയിലാണ്. ഇഷമോൾ എണീറ്റിട്ടില്ല കേട്ടോ. ഇപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ദമ്മിടുന്ന ആ ഒരു ടൈം ഓൾ എണീക്കാത്തതുകൊണ്ട് എൻ്റെ പണി സ്പീഡായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി റെഡിയാവും കേട്ടോ. അപ്പുറത്ത് തന്നെ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഈ ഒരു അടുപ്പ് യൂസാക്കലില്ലേനും, പക്ഷേങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയോ പെരുന്നാളോ അങ്ങനെയെല്ലാം ആകുമ്പോൾ കിച്ചണ് യൂസാക്കാണ്ട് നടക്കൂല. കാരണം മറ്റേ അടുപ്പത്ത് ഒറ്റൊരു ഇത് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റൂ. പിന്നെ ചെറിയ പാത്രം മാത്രമാണ് നമുക്കതിൽ വെക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്ന ഒരു ഗ്യാപ്പില്ലാത്തൊരു അടുപ്പാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഡാഡിക്കൊരു ഈദ് മുബാറക്ക് കൊടുത്തതാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് ഉസ്താദിൻ്റെ വയലെല്ലാം കേട്ടിട്ടാന്ന് തോന്നുന്നു വന്നിട്ടുള്ളത്. ഇന്ന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഈദ് മുബാറക്ക് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ, കാക്കാൻ്റെ കുറച്ച് ടീംസും പിന്നെ നമ്മളെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് മെമ്പേഴ്സും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റിയിട്ടുള്ളത്. ഇവരെല്ലാം വരുന്നതുകൊണ്ട് അങ്ങനെ അവർക്കെല്ലാം കുടിക്കാനുള്ള നമ്മളെ ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കില്ല കേട്ടോ, കാരണം പായസം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു ഡ്രിങ്ക്. പായസത്തിൻ്റെ ടേസ്റ്റൊന്നുമല്ല, പക്ഷേങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്. കുറേ പേരല്ല, ഒരു 3-4 ആൾക്കാർ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ട് കേട്ടോ. അവരും ഇതുതന്നെയാണ് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ഫോളോ ആക്കുന്നത്. അപ്പോൾ എനിക്ക് അധികം ഫോട്ടോസ് അയച്ചു തരും കേട്ടോ. അങ്ങനെ അവർക്കുള്ള ഇതെല്ലാം കൊടുത്ത് അവർ പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ പരിപാടി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര തിരക്ക്, അവർക്ക് ഭാര്യ വീട്ടിലേക്ക് പോകാനുള്ള ഭയങ്കര തിരക്കേനു. അപ്പോൾ എൻ്റെ ഫുഡിങ് തന്നെ ഞാനിങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓനിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ദമ്മൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓനിക്കുള്ള ഫുഡ് ഓൻ്റെ ഇത് അങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ തന്നെ കഴിച്ചിട്ട് ഓൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷമോള് എണീച്ചിട്ടുണ്ട്. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാലഡ്, ഉള്ളി. അപ്പോൾ അതും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടോപ്പ് ഞാൻ കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കതൊന്നും ഇട്ടിട്ടൊരു കംഫേർട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾ സ്ഥിരം മാക്സിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. മാക്സി ഇടുന്നതിൻ്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ, മാക്സി മീൻസ് നൈറ്റി. ഇതിടുന്നതിൻ്റെ ഒരു സുഖം വേറെ എന്തിട്ടാലും കിട്ടൂല. അതെന്താണെന്നറിയില്ല. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു നൈറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അതെ ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 6 മന്ത് എല്ലാം കഴിയാനായിട്ടുണ്ട്. 7 മന്ത് സ്റ്റാർട്ടിങ്. അപ്പം അങ്ങനെ ഇത്ര കാലം പറയായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോയും വ്ളോഗും ഒന്നും ഇടാം. ഇനി ഇൻസ്റ്റയിലും ഒന്നും ആക്റ്റീവ് അല്ലേനു കേട്ടോ ഞാൻ, കാരണം നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചോദിക്കും ഇഷമോളി ചെറുതല്ലേന്ന്. ഗൈസ് അതെ, ഇഷമോളി ചെറുതാണ്. ഓക്കെ, ഇപ്പോൾ 2.25 ആ ഒരു വയസ്സായിട്ടുണ്ട്. 2.5 വയസ്സായിട്ടുണ്ട്. ചെറുതൊന്നുമല്ല കേട്ടോ, വലുത് തന്നെയാണ്.
അപ്പോൾ അങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ. ഞാൻ ആദ്യം പറയണ്ടെന്ന് വിചാരിച്ചതേനു, പിന്നെ വിചാരിച്ചെന്തായാലും പെരുന്നാൾക്ക് ഫോട്ടോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ കമൻസ് ഇതന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഷെയർ ആക്കിയതാണ് കേട്ടോ, റിവീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചതേനു. ആ ഒരു ടൈം ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മളെ ലൈഫായിട്ട് ഇങ്ങനെ പ്രൈവറ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ പ്രൈവറ്റും ഇടയ്ക്ക് നല്ല രസമാണ്, പബ്ലിക്കിനേക്കാളും നല്ലത് പ്രൈവറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊന്നും ഇനി അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ, കാരണം എനിക്ക് അതിൻ്റെ ആ ഒരു മൂഡും ആ ഒരു ഫ്ലോ എല്ലാം അങ്ങ് പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ കാര്യമാണ്, ഏത് നിമിഷം ഞാൻ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവരെല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുക്കൽ ഇതൊരു കഷ്ടപ്പാടുള്ളൊരു പണിയാണ് കേട്ടോ. ജറിയു ഷയാനെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷമോക്ക് ഞാനിതാ മാറ്റി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറേ ഫോട്ടോസ് എടുക്കാം, എന്നിട്ട് ഫോട്ടോ പരതി സ്റ്റാറ്റസ് ഇടാം. ഇതാണല്ലോ നമ്മളെ പെരുന്നാക്കത്തെ പരിപാടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫോട്ടോ നമ്മൾ വൈകുന്നേരത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ഇടാമെന്ന് വിചാരിച്ച്, ഇപ്പം നട്ടുച്ചയ്ക്ക് ഫോട്ടോ എടുത്തിട്ട് ഇപ്പം എന്താക്കാനാന്ന് വിചാരിച്ച്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെന്താ വേറെന്താ കച്ചമ്പറിയും അച്ചാറും തൈരും ഇതെല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ അങ്ങോട്ട് സ്പെഷ്യലായിരിക്കും. കാരണം എന്താ, ബീഫിനോടുള്ള മങ്ങലായിരിക്കും അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, നമ്മളെ ഫാമിലിയിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അവർ വെള്ളം കുടിക്കുന്നു, പോകുന്നു. ഈ പെരുന്നാൾ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കയറി ഇറങ്ങലാണല്ലോ, കുടുംബക്കാരെ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങാം. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ രാത്രിക്കേ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇനി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് നമുക്കൊന്ന് ഫ്രഷായിട്ട് മൈൻഡെല്ലാം ഒന്ന് ഫ്രഷായിട്ട് പുറത്തെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ സമയം ഇപ്പോൾ നോക്കിയ ഒരു 1:30-1:45 ആ ഒരു ടൈം ആയിട്ടുണ്ട്. കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. 3:45 ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുത്ത ഫോട്ടോസ് ഗ്രൂപ്പിലിടുക, ബാക്കിയുള്ള ഫോട്ടോസ് നോക്കുക, വെറുതെ ഇരിക്കുക, നേരം കൂട്ടുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് പണി. ആരും എണീച്ചിട്ടില്ല കേട്ടാ. ഞാനിതാ ഫ്രൂട്ട് സലാഡ് കഴിക്കലാണ്. ഈ ഉറങ്ങി എണീറ്റുമ്പാട് എന്തെങ്കിലും ഒരു മധുരം കിട്ടുന്നത് നല്ലൊരു വൈബാണ് കേട്ടാ. പിന്നെ വെറുതെ ഇരുന്ന് ഫോൺ കൊണ്ട് കളിക്കാനും. അപ്പോൾ ഗ്രൂപ്പിലിങ്ങനെ ഫോട്ടോസും മെസ്സേജും ഇങ്ങനെ വോയിസ് മെസ്സേജിൽ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രൂട്ട് സലാഡ് കുടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെറിൻ്റെ ഫാമിലിയും അവരെല്ലാം വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, വേഗം പോയിട്ട് ബ്ലൂ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്കും ഇതെല്ലാം കൊടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെന്താ അവർ പോയിട്ടുണ്ട്. അവർ പോയതിന് ശേഷം ഇനി നമ്മളെ കപ്പിൾ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസെല്ലാം എടുക്കലാണ് കേട്ടോ. ഇതെൻ്റെ പെങ്ങളെ മോനാണ് കേട്ടോ. ഓനാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഓന് നല്ല ഫോട്ടോഗ്രാഫറാണ്, നല്ല വീഡിയോ എടുക്കലുണ്ട്. അപ്പോൾ ഓനാണ് കേട്ടോ ഫോട്ടോസ് എടുത്തിരുന്നത്. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസെല്ലാം ഞാൻ ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം അങ്ങനെ വേറൊന്നുമില്ല. പെരുന്നാൾ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മളെ പെരുന്നാൾ. പക്ഷേ ഇവിടെ നല്ല രസമാണ് കേട്ടോ. സൗദിയിലാണെങ്കിൽ ഉറക്കം രാവിലെ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഉറങ്ങുന്നു, ആരെയും കാണുന്നുമില്ല, എവിടെയും പോകുന്നുമില്ല, ഉറങ്ങുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും പുറത്തിറങ്ങുന്നു, വീണ്ടും വന്ന് ഉറങ്ങുന്നു, ഇതന്നെ. പക്ഷെ ഇവിടെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും, നമുക്ക് മുറ്റത്തിറങ്ങാം, നമ്മളെടുത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ ഇനി പ്രത്യേകിച്ച് പോകുന്നു വേണ്ട കേട്ടോ എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെയെല്ലാം. പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തെല്ലാം വരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലുള്ള, അല്ലാണ്ട് വേറെ പുറത്തുള്ള നിന്നല്ല, കുറച്ച് അടുത്തുള്ള ആൾക്കാരും അങ്ങനെയെല്ലാം ആയിട്ട്. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഫാമിലീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാനപ്പാടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. താഴത്തെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോകാനുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. ആടെയും പിന്നെ ഉപ്പാൻ്റെ പെങ്ങളെടുത്ത് അങ്ങനെയെല്ലാം അയച്ച് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താക്കി, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇവർക്കുള്ള ഡ്രിങ്കും പിന്നെ ഫ്രൂട്ട് സലാഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. പെരുന്നാൾക്ക് മെയിനായിട്ട് തന്നെയാണല്ലോ കൊടുക്കുക, എല്ലായിടത്തുനിന്നും പായസവും ഇത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ അവർ കുറച്ച് ടൈം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സമയം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേറെ എന്താ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ അവർ പോയിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഏകദേശം ഒരു 8:30 8:15 ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. ഫുഡ് കഴിച്ചിട്ട് പോയാൽ പിന്നെ ആ പണിയാടെ ഒരുങ്ങിയല്ലോ, അതിനെ പറ്റിയിട്ട് ചിന്തിക്കണ്ടല്ലോ, ഏത് സമയത്താണെങ്കിലും കയറി വരാമല്ലോ. അപ്പോൾ ഇതാ ഓവനിൽ ചൂടാക്കിയെടുക്കലാന്ന്. ഇനിയിപ്പോൾ പാത്രത്തിൽ ചൂടാക്കലൊന്നും നടക്കില്ല, ടൈമില്ല. അപ്പോൾ ഓരോരാൾക്ക് പ്ലേറ്റിലിട്ടിട്ട് അപ്പടപ്പടി ചൂടാക്കിയിട്ട് കഴിക്കലാന്ന് കേട്ടോ. രാത്രി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും വീട്ടിലും ഇത് തന്നെ ആയിരിക്കുമല്ലോ, ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഇതന്നെ. അപ്പോൾ ഇതാ എല്ലാവരും നമ്മൾ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാന്ന്. ഫസ്നിയും ഓളെ മാപ്പിളയും ഇവിടെ പോയിട്ടുണ്ട്. ഓളെ മാപ്പിളുടെ എനിക്ക് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്ന് കേട്ടോ. എവിടെയാണ് പോകുന്നത്? നമ്മളും ഇങ്ങനെ വെറുതെ ഇറങ്ങാൻ ഇറങ്ങിയത്, നമ്മളെ ജെറിൻ്റെ വീട്ടിലും അവിടെയെല്ലാമായിട്ട്. പക്ഷെ ലേറ്റായി കേട്ടോ, നമ്മൾ ഇറങ്ങുമ്പം തന്നെ 9 മണി 9:15 ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമുക്ക് കുറേ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ പോക്കാന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാരെ വീട്ടിലെല്ലാം കയറിയിട്ടുണ്ട്. ഒരു മൂന്നാൾക്കാരെ വീട്ടിലെല്ലാം കയറിയിട്ട് നമ്മൾ ലാസ്റ്റ് ജെറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം ഇരുന്നിച്ച് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ അവർ നമ്മൾ വൈകുന്നേരം പോയ ആ ഒരു ടൈം ഇല്ലേനു, അവരെവിടെയോ പോയിനേനു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ രാത്രിക്ക് പോവാം, അവർ വരുന്ന ആ ഒരു ടൈം പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ വന്നിട്ട് ഇതാ നല്ല കോഫിയും പിന്നെ കടിയും നെയ്യപ്പവും പിന്നെന്താ തെരിയുണ്ട അതെല്ലാം കൂട്ടി നമ്മളെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 11:15 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഉപ്പാൻ്റെ അടുത്തേക്കാണ്, ഉപ്പാൻ്റെ വീട്ടിലേക്ക്, അതായത് ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക്. പിന്നെ ഇതാ ഈ ഒരു കുന്ന് കയറുമ്പോഴുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു വീട് കാണുന്ന സമയത്ത്, ഇത് മുന്നേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഉപ്പാൻ്റെ വീടാണ് കേട്ടോ. ഉപ്പൂമ്മയും ഉപ്പാപ്പയും നിൽക്കുന്ന വീട്. അവർ പോയതിന് ശേഷം ഈ ഭാഗത്ത് അങ്ങോട്ട് വരുത്ത് കുറവാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ആ ഒരു ഓർമ്മകളും ഇതെല്ലാം അയച്ച് എന്തോ പോലെയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം അയച്ച് പറയുമ്പം തന്നെ ഒരു എന്തോ പോലെ കേട്ടോ. അപ്പോൾ അവരെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് നേരെ തിരിച്ച് പുറക്കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പെരുന്നാൾക്ക് അങ്ങനെ എവിടെയും പോകണമെന്നൊന്നും പ്ലാനില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേട്ടയ്ക്ക് നമ്മളെ കസിനൊരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് കുറേ ആയോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് വരാമെന്ന് വിചാരിച്ച്. പെരുന്നാളിൻ്റെ നേരെ പിറ്റേന്ന് പോക്കൊന്നും നടക്കൂല, കാരണം പണികളുണ്ടാവുമല്ലോ, അലക്കാൻ കുറേ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ടുള്ള ഇവളെ അവസ്ഥ നിങ്ങൾ കാണണം ഗൈസ്. ഇതാണ് അവസ്ഥ. എല്ലായിടെയും പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് കരച്ചിൽ ഉറങ്ങാൻ വിടാണ്ട്. എല്ലാവരോടും നല്ല കളിയും ചിരിയും സംസാരവും എല്ലാമാണ്. പക്ഷെ രാത്രിയാകുമ്പോൾ കരച്ചിൽ, അതാണ് ഏറ്റവും വലിയ സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓളെ ഒന്ന് ഫ്രഷാക്കി എല്ലാവരും കുളിച്ച് കിടക്കുമ്പോഴത്തേക്ക് 1 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിറ്റേന്നും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം. അന്ന് മുതൽ നമ്മളെ ബീഫിൻ്റെ സ്പെഷ്യൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. കാലും ബ്രെയിനും ഇതെല്ലാം വെച്ചിട്ടുള്ള സൂപ്പും കറിയും എന്താ പറയുക ആടിൻ്റെ തല അതെല്ലാം വെച്ചിട്ടുള്ള സ്പെഷ്യലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. പേട്ടക്കേക്ക് നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ, എല്ലാവരെയും വിളിച്ച്. അവർക്കെല്ലാം ഭയങ്കര ഡിമാൻഡ്, അവരൊന്നും ഇപ്പം വരുന്നില്ല, പിന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് നമ്മളിപ്പം പോയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രമായിട്ട് അങ്ങനെ പോക്കാന്ന് കേട്ടോ. നമ്മൾ രാവിലെ കത്തൽ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് പിന്നെ ഉച്ചക്ക് ലോ ആയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളതിന് കേട്ടോ, ചോറും കറിയും കിട്ടൂലല്ലോ, കാരണം എന്താ 4:30 മണിയായിട്ടുണ്ട്.
അപ്പം നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെന്തേനു മുട്ടമാലയും ജ്യൂസും എല്ലാം കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. നല്ല ഫുഡാണ്. ഇവിടുത്തെ മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അത് കഴിക്കാൻ വേണ്ടിയിട്ടേനു കേട്ടോ വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ അത് തീർന്നു വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് സമാധാനത്തിലും സ്വസ്ഥതയിലും നമ്മളിങ്ങനെ പോക്കാന്ന് കേട്ടോ. മടിക്കേരിയിലാണ് കേട്ടോ. നേരത്തെ എന്നോട് മാറിപ്പോയി. പേട്ടക്ക് എന്ന് പറഞ്ഞത് മടിക്കേരിയിലാണ്. മുന്നേ ഞാൻ അവരെ തന്നെ ഒരു കോഫി ഗാർഡൻ റിസോർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫുൾ ഫാമിലി ആയിട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പം അതിനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും ഭയങ്കര ബിസി പീപ്പിൾസാണ് കേട്ടോ. എല്ലാവരെയും വിളിച്ച് അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്ക്. ഞാൻ വിചാരിച്ചു തിരക്കുള്ള ആളെല്ലാം പിന്നെ പോട്ടെന്ന്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഫുഡാണ് കിട്ടാത്ത ഫുഡെല്ലാം കഴിക്കൽ. കിട്ടാത്തതെന്നല്ല, ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് അധികം എവിടെ പുറത്തൊന്നും ഇറങ്ങിയില്ലേനു. ചെറിയ ഇപ്പോൾ വന്നതാണ് കേട്ടോ. പെരുന്നാൾക്ക് ആ ഒരു ടൈം വന്നതാണ്. അപ്പോൾ പാനിപൂരി പിന്നെ ചക്ക മാങ്ങ തേങ്ങ ഇതെല്ലാം കൂടി തിന്നാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മടിക്കേരി എത്തിയിട്ടുണ്ട്. മടിക്കേരി നേരെ ഓൻ്റെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത്. മുന്നേ ഞാൻ ഇവിടെ വന്ന വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും പറയാം, എൻ്റെ ഉമ്മാൻ്റെ നേരെ അനിയത്തിൻ്റെ മോൻ്റെ ഷോപ്പാണ് കേട്ടോ ഇത്. പാരീസ് റെസ്റ്റോറൻറ്റ്. നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത പാടും ഇവൻ്റെ ഒരു പെട്ടിത്തുണി വ്ളോഗും കല്യാണ വ്ളോഗെല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കുറച്ച് പരിചയമെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പാരീസ് റെസ്റ്റോറൻറ്റ്, കോളേജ് റോഡ്, മടിക്കേരി. അപ്പോൾ നമുക്കുള്ള ഫുഡെല്ലാം ഓനെന്നെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എന്തെല്ലോ സ്പെഷ്യലാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചിക്കന്. നമ്മളെ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറ്റിയ ആ ഒരു ഫ്ലേവറിലേനു കേട്ടോ. നമുക്കും എന്താ പറയുക, നമുക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലേവർ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അധികം സ്പൈസി ഒന്നുമല്ല. അങ്ങനെ ഈ ഒരു റൊട്ടി ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തോ ആണ്, ബട്ടർ ഞാനല്ല വേറെന്തോ ആണ് കേട്ടോ. പക്ഷേ അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ലൈറ്റായിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷമോള് ഇത് ഐസ്ക്രീമും ഇതെല്ലാം കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആരും മറന്നു പോകണ്ട, പാരീസ് റെസ്റ്റോറൻറ്റ് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ അവിടുന്ന് നമ്മളൊരു കോഫി പൗഡർ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കലാന്ന് കേട്ടോ. ഇവിടുന്ന് നടക്കാൻ നല്ല രസമാണ്. കാരണം എന്താ, ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. ഒരു വാമായിട്ടുള്ളൊരു തണുപ്പാണ് കേട്ടോ. അധികം തണുപ്പും ഇല്ല ചൂടും ഇല്ല, ആ ഒരു ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങി നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഓൻ്റെ ഹോം സ്റ്റേയിലേക്ക് പോക്കാന്ന് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. അവരിപ്പം കുറച്ചായിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെന്തേനും ഇപ്പം എന്തോ പറയാൻ വിചാരിച്ചങ്ങ് മറന്നുപോയി. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോംലി ഫീല് എന്തായാലും നിങ്ങൾക്ക് ഫീലാവും. കിച്ചണും ഡൈനിങ് അല്ല, ലിവിങ് എല്ലാം ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. സമാധാനത്തിൽ നമുക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്പേസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം മടിക്കേരിയെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് പറ്റിയൊരു സ്പേസാണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേ. അപ്പം നമുക്ക് ഈ ഒരു ഹോം സ്റ്റേൻ്റെ ഹോം ടൂർ കണ്ടാലോ? കാണിച്ചു തരാമല്ലോ. ഇങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. വന്നമ്പാടും വീഡിയോസ് എടുത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാകും. നമ്മളെ വലിച്ചു വാരിയിട്ടുള്ള സാധനങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വന്നമ്പാടും ഞാൻ വീഡിയോസ് എടുക്കലാണ്. ഇതാണ് ഫസ്റ്റിലത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഇത് ലിവിങ്. ഇവരിടുന്ന് ഇരുന്ന് കഥ പറയുന്നുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ. അവിടെ ഇഷമോളും ഷെയാനും കൂടി കയ്യേറിയിട്ടുണ്ട് ടി വി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 2 റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കിച്ചൺ കൂടി ഉണ്ട്. നമുക്ക് ഫുഡ് ഇവിടുന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തിക്കാന്നുണ്ടെങ്കിൽ ഓനോട് പറഞ്ഞാൽ മതി. ഓനോടല്ല, ആ ഒരു നമ്പറിൽ പറഞ്ഞാൽ മതി. അവരെ സ്വന്തം ഹോട്ടൽ നിങ്ങൾക്ക് ഫുഡ് എത്തിച്ചേരും. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. മടിക്കേരി ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഈ ഒരു ഹോം സ്റ്റേ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മടിക്കേരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറി താമസിച്ച് നോക്കുക. പിന്നെ രാവിലത്തെ വ്യൂ എല്ലാം ഞാൻ രാവിലെ കാണിച്ചു തരാം. പിന്നെ മേലേലും ഉണ്ട് കേട്ടോ.
ടോട്ടൽ 4 ബെഡ്റൂമാണ് വരുന്നത്, 2 നിലകളിലായിട്ട്. അപ്പോൾ മേലയിൽ വേറൊരു ഫാമിലി ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് രാവിലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല രാത്രിക്ക് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഡ്ഡലി, സാമ്പാർ, വട ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ എങ്ങനെ കിടന്നുറങ്ങും? ഇഷമോളുണ്ടല്ലോ, ഓളിങ്ങനെ രാവിലെ തന്നെ എണീക്കും കേട്ടോ. അവൾ ഒരു ബെഡിൻ്റെ ആ ഒരു സ്ഥലം മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഓൾ രാവിലെ എണീറ്റുകൊണ്ട് എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പേസ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ക്യാമ്പ് ഫയറിങ്ങും ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള ഒരു ബാക്കിൽ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. മേലയിൽ റൂമിൽ ഫാമിലി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് റൂമിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാനൊന്ന് സ്റ്റെയർ കയറിയിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് കേട്ടോ. ബാക്കിലും ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷെ ഇപ്പം മഴയായതുകൊണ്ട് അങ്ങനെ ആരും ഇരിക്കുന്നൊന്നുമില്ല. ചെറിയൊരു മഴയും മഴച്ചാറലും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, ഒന്ന് താമസിച്ച് നോക്കുക, എന്നിട്ട് റിവ്യൂ എല്ലാം അറിയിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ എടുത്തേക്ക് പോകുന്നു. എടുത്തേക്കുമല്ല, നമ്മൾ സ്വന്തം രാജസീറ്റിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജസീറ്റ് നമ്മളെ എന്താ പറയുക, ഫാമിലി മെമ്പർ ആരോ പോലെയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ കയറാണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാവൂലേ എന്നുള്ളൊരിതിൽ കണ്ട് ഇതായത് അവരേ കാണലാന്ന് കേട്ടോ രാജസീറ്റ്. അപ്പോൾ നമ്മൾ താഴത്തെ ഒരു വ്യൂ പോയിന്റിലൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് സമയം നേരം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചുള്ള നമ്മളെ പണി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ എന്താ പറയുക, ഇവിടുന്ന് നമ്മളെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ, അതെല്ലാം വാങ്ങി തിന്നൽ. അതാണ് മെയിൻ പരിപാടി. പുളിയച്ചാർ എൻ്റെ ഫേവറേറ്റ്. കയറിയപ്പം മുതൽ തിന്നാൻ തുടങ്ങിയതാണ്. ഇവരുടെ മോന്ത കണ്ട ദേഷ്യം പിടിച്ചിട്ടുള്ളത്. കാരണം 10ാമത്തതാണ് ഞാൻ തിന്നുന്നത്. വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യമാണോ അതോ ഞാൻ തിന്നുന്ന ദേഷ്യമാണോ എന്താണെന്നറിയില്ല കേട്ടോ. അപ്പം അത് തിന്നാണ്ടിരിക്കാനുള്ള പല അടവുകളും എന്നോട് പ്രയോഗിച്ച് നോക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തിന്നും, കാരണം എൻ്റെ ഫേവറേറ്റാണ്, പണ്ടത്തെ ഏറ്റവും ഫേവറേറ്റ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഉണ്ടല്ലോ ഷോബാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സെല്ലാം 1-2 വാങ്ങുക, പ്യുവർ പീപ്പിൾസ്. ഞാനാണെങ്കിൽ ഒരു 10, 15, 20 ഉണ്ടാവും. അവർ ഒന്ന് തിന്നുമ്പോഴത്തേക്ക് ഞാൻ 20 തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പാച്ചി, അതായത് നമ്മളെ കസിന്, ഓൻ പറഞ്ഞ് മൈസൂർ റോഡിന് ഇങ്ങനെ നേർക്ക ലച്ചി, മാങ്ങ, തേങ്ങ, ചക്ക ഇതെല്ലാം വെക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങൾക്കെല്ലാം കിട്ടുമെന്ന്. അങ്ങനെ നമ്മളെന്താക്കി, നേരെ വിട്ടില്ലേ മൈസൂർ റോഡിലേക്ക് ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കിട്ടാത്ത സാധനമല്ലേ. നേർക്കൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. പണ്ട് നമ്മളെ തറവാട്ടിലുണ്ടേനു. ഉമ്മാമ എന്തോ കാരണത്തിൽ മുറിച്ച് കളഞ്ഞു. അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത് എന്തിനാ മുറിച്ചെന്നുള്ളത്. ഇതിപ്പോൾ പോയിട്ട് മൈസൂർ റോഡിന് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഈ ഒരു മരത്തുമ്മ കയറിയിട്ട് തിന്ന ചരിത്രമെല്ലാം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുട്ടികളെല്ലാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം അറിയണം. അപ്പം നേർക്കയും വാങ്ങി തിന്നിട്ടുണ്ട്, ചക്ക തിന്നിട്ടുണ്ട്, പിന്നെ ലിച്ചി, ലിച്ചി തന്നെയല്ലേ, അതും തിന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോറും തിന്നിട്ട് പൂ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മളില്ലേ ഇടയ്ക്ക് നമ്മൾ വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് പേട്ടയ്ക്ക് പോയിട്ട് പൂ വാങ്ങലുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പിരാന്തെല്ലാം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം നമ്മളടുത്തേക്ക് പോകുന്നത് കാട്ടിലേക്ക്. നമ്മൾ കാട്ടിലൂടെ ഗോണിക്കുപ്പ വഴി നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല കേട്ടോ. എവിടെ പോകാനുള്ളൊരു മൂടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിച്ച് പോവുക. കൈയും കൈയും പിടിച്ചിട്ട് വണ്ടി ഒന്ന് തരുമോ സേട്ടാന്ന് ചോദിച്ച് ചനക്ക് തന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാത്ത ആളെ മാതിരിയുള്ള സംസാരമാണ് അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്നത്. എന്ത് നല്ല മുഞ്ചിൽ ഡ്രൈവ് ചെയ്താലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാപ്പിളമാർക്കല്ലാണ്ട് പറ്റൂലല്ലോ. നിങ്ങൾ പറയൂ ഗെയ്സ്, അങ്ങനെ തന്നെയല്ലേ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഗോണിക്കുപ്പ എത്തിയേരും. ഗോണിക്കുപ്പേനും പേട്ടക്ക് എത്തിയേരും, വിരാജ്പേട്ടയാ അവിടെ എത്തിയേരും.
നല്ല മാങ്ങ ഉണ്ട്. മാങ്ങ ഉണ്ടാൽ പിന്നെ വിടാൻ പറ്റുമോ? നാട്ടുമാങ്ങ അതും വാങ്ങി, അതും തിന്നിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് കയറിയിച്ച് ഒരാൾക്കാരെയും കണ്ടിട്ടില്ല, കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചുരമെല്ലാം ഇറങ്ങി നാട്ടിലെത്തിയിട്ടുണ്ട്. ഇരിട്ടിയിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തട്ടുകട സ്പെഷ്യൽ പുട്ടും മുട്ടിയും തിന്നാണ്ട് എന്ത് ഇരുട്ടി വന്നിന്. അപ്പോൾ അതും തിന്നിച്ച് നമ്മൾ നേരെ തിരിച്ച് പുരക്കേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പുരക്കെത്തിച്ച് അന്ന് രാത്രി കടന്നുറങ്ങിയതാ, പിറ്റേന്ന് രാത്രി അയച്ചിട്ടുണ്ട്. രാവിലെ എണീച്ചിന് കേട്ടോ, അപ്പാടും രാത്രി അയച്ചില്ല. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നല്ല നെയ്പ്പത്തിലും പിന്നെ നമ്മളാ ഒരു സ്പെഷ്യൽ ബീഫ് കറിയുണ്ട്, മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുള്ള നമ്മളായിട്ട് പൊടിപ്പിച്ചൊരു മസാലപ്പൊടി, അതെല്ലാം ചേർത്തിട്ടുള്ള ബീഫ് കറിയും പിന്നെ ബീഫിൻ്റെ ബ്രെയിനെല്ലാം ഫ്രൈ ആക്കിയിട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ലാന്ന് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും കാണാം. ബൈ.